ഡിവൈൻ ടൈമിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച്. ദൈവത്തിൻ്റെ സമയവും മനുഷ്യൻ്റെ സമയവും ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഗോഡ് വർക്ക്സ് അക്കോർഡിംഗ് ടു ഹിസ് പെർഫെക്റ്റ് പ്ലാൻ. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നു. അതിൽ ഡിഫറെൻറ്റ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യവും എല്ലാം പറഞ്ഞു. ടൈം ഈസ് ഇറ്റ് ഈസ് എ കമ്മോഡിറ്റി, ആൻ അസറ്റ്, എക്സ്പെൻസീവ് അസറ്റ്. അത് നമുക്ക് ലോകത്തിൽ ഏത് അസറ്റ് എടുത്താലും അതിൻ്റെ അത്രയും വില കിട്ടുന്ന, അതിനേക്കാളും കൂടുതൽ വിലയുള്ളതാണ് ഈ ടൈം അസറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ നിന്ന് കുറേ വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു വാക്യം കൂടെ ഞാനത് വായിക്കണം എന്ന് വിചാരിക്കുകയാണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലെ യെരുശലേമിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാനത്തിലുള്ള നീ മറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ ഇത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട്, ശ്രദ്ധിക്കുക, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറം ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പായിരിക്കുന്ന കാലം നിനക്ക് വരും. യെരുശലേം ടെമ്പിളിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അത് നിനക്കൊരു കാലം വരാൻ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ സന്ദർശനകാലം നീ അറിയുന്നില്ല. നിന്റെ സന്ദർശനകാലം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തുവും അവിടെ വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറയുന്നത്. നീ അത് റിയലൈസ് ചെയ്തില്ല. അതുകൊണ്ട് നിനക്ക് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സന്ദർശനകാലം ആണ് നമ്മുടെ ജീവിതങ്ങളിൽ പോലും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ജനിക്കുന്നത്. എവിടാ? ദൈവരാജ്യത്തിൽ. അതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ശരിക്കുമുള്ള ഡേറ്റ് ഓഫ് ബർത്ത്. കാരണം അതും പിന്നെ മരണമില്ല, എറ്റേണിറ്റിയാണ്. എറ്റേണിറ്റി സ്റ്റാർട്ട്സ് ഫ്രം ദെയർ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് വീണ്ടും ജനിക്കുമ്പം ശരിക്കും ജനിക്കണമെന്ന് പറയുന്നതുകൊണ്ട്. എങ്ങനെ ശരിക്കും ജനിക്കണ്ടേ? അത് യോഹന്നാൻ 3 നിക്കോദെമോസിനോട് പറഞ്ഞതാണ് ശരിക്കും ജനിക്കണ്ടേ. എങ്ങനെയാണ്? നീ കാറ്റായി മാറാതെ അമ്മയുടെ ഉദരത്തിൽ പോയി തിരിച്ചു വരാൻ നിനക്ക് പറ്റത്തില്ല എന്നാ പറഞ്ഞത്. ശ്രദ്ധിക്കുക, കാറ്റായി തീരണം നീ. യു ഷുഡ് ബി ലൈക്ക് വിൻഡ്, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്ന അനുഭവം. എങ്കിലേ നിനക്ക് കാണുന്നതല്ല പ്രവേശിക്കാൻ പറ്റുള്ളൂ. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിക്കുക. അത് ഇപ്പോഴേ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. അതുകൊണ്ട് വാട്ട് വി ഹാവ് ടു ഡു ഈസ്, നമ്മുടെ സന്ദർശനകാലം അറിയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹലോ, ശ്രദ്ധിക്കുക, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്, ഞാൻ 2-3 പ്രാവശ്യം പറയാൻ പോവാ ഇത് തന്നെ. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്, നിന്റെ ഉള്ളിലോട്ടൊന്ന് കയറട്ടെ. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്. എന്നെ പലരും ഫോണിൽ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പറയുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള ഇതാണ്, നീ നിന്റെ ബേസ്മെന്റ് വേണ്ട രീതിയിൽ കർത്താവിൽ ഇടാത്തത് കൊണ്ട്, യേശുക്രിസ്തു ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടുമ്പോൾ അതിൽ തുറന്നു കൊടുത്ത് അതിലിരിക്കുന്ന കംപ്ലീറ്റ് അനീതിയും അക്രമവും അതിലെ ദുഷിച്ച ചിന്തയൊക്കെ കളഞ്ഞ് അതൊന്ന് അനുതാപത്തോടെ കർത്താവിനെ ഉള്ളിലേക്കൊന്ന് വിളിച്ച് നിന്റെ സന്ദർശന കാലം നീ ഒന്ന് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു പോവുകയാണ്. യുവർ ടൈം ഈസ് ഗെറ്റിംഗ് എക്സ്റ്റെൻഡഡ്. ഹല്ലേലൂയ. നിന്റെ സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം അതാണ്. നീ നിന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കാത്തതുകൊണ്ടാണ്. ഇൻ ഹിസ് ടൈം ഹി മെയ്ഡ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ. എല്ലാം അവൻ്റെ സമയത്ത് അവൻ ചെയ്തിട്ടുണ്ട്. നീ നിന്റെ പർപ്പസിലേക്കൊന്ന് കയറ്. നീ നിന്റെ പർപ്പസിലേക്ക് കയറുമ്പോൾ നിന്റെ സന്ദർശന സമയം ദൈവം നിന്നെ അറിയിച്ചിങ്ങോട്ട് നീ അങ്ങോട്ട് അതിലേക്ക് റിലീസ് ചെയ്ത് വരും. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 90:12.
ഇവിടെയും walking in wisdom and understanding in times, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. So teach us to number our days that we may apply our hearts unto wisdom. നമ്മൾ വിസ്ഡത്തിൽ ജീവിക്കണം. എന്തിനാണ്? ടു അണ്ടർസ്റ്റാൻഡ് ടൈംസ്. നമ്മൾ ബുദ്ധിയോടുകൂടി ജീവിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ നടപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ബുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ നമ്മുടെ കാലങ്ങളെ നമുക്ക് ജ്ഞാനം ദൈവം തരും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ബുദ്ധിയോടുകൂടി ജീവിക്കണം. ബുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വർഗീയ കാര്യങ്ങളെ ദർശിച്ചുകൊണ്ട് എണ്ണണം. എൻ്റെ ജീവിതം എന്താണെന്നുള്ളത് എണ്ണിക്കൊണ്ടിരിക്കണം. ഒരു ശ്വാസത്തിന് മാത്രം വിലയുള്ള വ്യക്തിയാണ്. ഒരു ശ്വാസം പോയാൽ നത്തിങ് ഈസ് ദെയർ. ഒരു വാക്യം ഇതുമായിട്ട് ചേർന്ന് വായിക്കാം. എഫേസ്യർ 5:15 തൊട്ടുള്ള വാക്യമാണ്. 15-16. ആകയാൽ സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളുവിൻ. റിഡീമിങ് ടൈം. അവിടെയും പറയുന്ന വാക്കിംഗ് ഇൻ വിസ്ഡം ആൻഡ് റിഡീം ടൈം. ഇത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതങ്ങളിലെ ബുദ്ധിയോടുകൂടി പരിജ്ഞാനത്തോടുകൂടി ജീവിക്കുകയും സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവം തന്നിരിക്കുന്ന സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലീസ്, അടുത്ത സീസൺ ഇമ്മീഡിയറ്റാണ്. ഹല്ലേലൂയ. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്, എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയാം. ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾ നമ്മൾ ബുദ്ധിയോടുകൂടി വാക്കിംഗ് ഇൻ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ സമയം തക്കത്തിൽ റിഡീമിങ് അവർ ടൈം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പർപ്പസിൽ അടുത്ത സീസൺ, അടുത്ത ടൈം ദൈവം റിലീസ് ചെയ്യാണ്. സ്തോത്രം. എന്നാൽ പലപ്പോഴും നമ്മൾ കുറവുള്ളവരാണ്, തെറ്റുള്ളവരാണ്, നമുക്ക് എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. ദൈവം ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമ്മളെ ഈ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കൃപ തരട്ടെ, ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ്. നമുക്കറിയാവുന്നതാണ്, ചില ഈ സീഡ്സ് ഉണ്ടല്ലോ, വിത്തുകൾ നേരത്തെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നും പിടിക്കത്തില്ല. പ്രത്യേകിച്ച് വീറ്റൊക്കെ നമുക്കറിയാം. വീറ്റ് കിളിക്കണമെന്നുണ്ടെങ്കിൽ ആ തണുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഡോർമെൻസി ബ്രേക്ക് ചെയ്യുള്ളൂ. തണുപ്പ് കാലത്താണ് സാറിന് വീറ്റ് നടുന്നത്. ഈ ഡിസംബറിലൊക്കെ ഒരു 4 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ തണുപ്പ് വരുമ്പോഴാണ് അതിൻ്റെ ഡോർമെൻസി ബ്രേക്ക് ചെയ്ത് അത് കിളിക്കുന്നത്. അതായത് റൈറ്റ് ടൈം എന്ന് പറയുന്നത് ആ തണുപ്പ് കാലത്താണ്. അത് ഞാൻ മഴയൊക്കെ വന്നു ജൂൺ ജൂലൈ കൊണ്ട് വീറ്റ് കൊണ്ട് പാകിയാൽ നല്ല ചൂടുകാലമാണ്. ആ സമയത്ത് മഴയുണ്ടല്ലോ, ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പുറത്തേക്ക് വരികയില്ല. സോ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, വെയിറ്റിംഗ് ടൈം ഷേപ്സ് അവർ ക്യാരക്ടർ. വെയിറ്റിംഗ് ടൈം ഷേപ്സ് അവർ ക്യാരക്ടർ. ക്ഷമയില്ലാതെ പല കാര്യങ്ങളും നമ്മൾ കാട്ടിക്കൂട്ടും. നമ്മളെ പണിയുക എന്നാണ് കർത്താവിൻ്റെ ഉദ്ദേശം. നമ്മളെ ശുദ്ധീകരിക്കുക, വിശുദ്ധിയിലേക്ക് നയിക്കുക, നമ്മുടെ ക്യാരക്ടർ റിഫോം ചെയ്യുക, നമ്മുടെ പേഷ്യൻസ് ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും എല്ലാം വേണം, പെട്ടെന്ന് വേണമെന്നും പറഞ്ഞു പോകും. പെട്ടെന്ന് ദൈവം തരും, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ പർപ്പസിൽ കയറി നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യണം. ചെയ്യുമ്പോൾ പെട്ടെന്ന് തരും. അതുകൊണ്ട് നമ്മൾ ക്ഷമയില്ലാതെ നമ്മുടെ വ്യൂ എന്താണ്? വിസ്ഡം അല്ല,
ടൈം റിഡീം ചെയ്യുക എന്നുള്ളതല്ല, അണ്ടർസ്റ്റാൻഡിങ് അല്ല നമ്മുടെ കാര്യം. നമ്മുടെ കാര്യം ഈ ലോകത്തിലെ ഫ്ലഷിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, there shall be denial, ഒരുപാട് ഡിനയൽ വരും. ഡിലേ വരുന്നത് കഴിഞ്ഞ ഡിലേയുടെ ആത്മാവിനെ കുറിച്ച്, താമസത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഡിലേ ഈസ് നോട്ട് ഡിനയൽ എന്ന് പറഞ്ഞു. എന്നാൽ അൺഡ്യൂ ഡിലേ ഈസ് ഡിനയൽ. അവിടെ ഡിലേയുടെ ഒരു സ്പിരിറ്റ് വരുന്നുണ്ട്. പക്ഷേ നോർമൽ കേസിൽ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഡിലേ ഈസ് നോട്ട് ഡിനയൽ ബട്ട് ഡെവലപ്മെൻറ്റ്, നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. സങ്കീർത്തനം 27:14 വെയിറ്റ് ഓൺ ദ ലോഡ്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. വെയിറ്റ് ഓൺ ദ ലോഡ്. വെയിറ്റ് ഓൺ ദ സ്ക്രീൻ എന്നല്ല പറഞ്ഞത്, വെയിറ്റ് ഓൺ ദ സർക്കംസ്റ്റൻസ് എന്നല്ല പറഞ്ഞത്, വെയിറ്റ് ഓൺ യുവർ പേരൻസ് ഒന്നും അല്ല പറഞ്ഞത്, വെയിറ്റ് ഫോർ ദ റിസൾട്ട് ഹാസ് ടു കം എന്നുമല്ല പറഞ്ഞത്. വെയിറ്റ് ഫോർ ദ ലോഡ്. ബി സ്ട്രോങ് ആൻഡ് ടേക്ക് കറേജ്. ദൈവത്തിൽ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണല്ലോ, യെശയ്യാവ് 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വെയിറ്റിംഗ് ഓൺ ദ ലോഡ്. സോ വെയിറ്റിംഗ് ടൈം ഈസ് നോട്ട് എ വേസ്റ്റിംഗ് ടൈം. അതുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളത് ചില ആളുകളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഡിലേയുടെ കാര്യം പറഞ്ഞപ്പം പ്രത്യേകം പറഞ്ഞു, ചില ഡിലേകൾ ദൈവം ഉണ്ടാക്കുന്ന ഡിലേകളാണ്. സോ ടു മേക്ക് എസ് പെർഫെക്റ്റ്, ദൈവത്തിൻ്റെ ആ കാര്യം, ആ പർട്ടിക്കുലറായിട്ടുള്ള ആ പ്ലാൻ നിങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളെ ഒന്ന് മോൾഡ് ചെയ്യാനായിട്ടുണ്ട്. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. എല്ലാം അങ്ങനെയാണോന്നില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ജെയിംസ് യാക്കോബ് 5:7 എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നില്ല. എപ്പോഴും ഒരു കൃഷിക്കാരനെ ബൈബിൾ പറയുന്ന ക്ഷമയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ്. ദീർഘക്ഷമയോടിരിക്കാൻ കൃഷിക്കാർക്കറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവതീയ പാത്രമായി നമ്മൾ തീരണമെങ്കിൽ ഈ ദീർഘക്ഷമ നമുക്ക് വരണം. സോ വെയിറ്റിംഗ് ടൈം ഷേപ്സ് അവർ ക്യാരക്ടർ. നമ്മളെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഗോഡ്സ് ടൈമിംഗ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം പ്രിമച്വർ ബ്ലെസ്സിങ്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉണ്ടോ, ഈ പ്രിമച്വർ ബ്ലെസ്സിങ്? നമ്മൾ ഈ ബ്ലെസ്സിങ് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന മുഴുവൻ ഈ ലോകത്തിലുള്ള കുറച്ച് നന്മകളെക്കുറിച്ചാണ് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവി നന്നാവണം, എനിക്ക് വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ എൻ്റെ കടബാധ്യത തീരണം, എത്രയൊക്കെയോ പണ്ടൊക്കെ എന്തൊക്കെയോ വലിച്ചു കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ മാറണം, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, ദൈവത്തിൻ്റെ പർപ്പസിൽ ഇതെല്ലാം ആയിട്ടുണ്ട്. ദൈവം ഒരു മനുഷ്യരും നശിച്ചു പോകണമെന്ന്, ഈ ലോകത്തിലെ കഷ്ടപ്പെട്ടു പോകണമെന്ന് ഒന്നും ഒരു മനുഷ്യരും അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടേതായിട്ടുള്ള ചില ഡിസിഷൻസ് കൊണ്ട് വന്നു കയറുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ദൈവം പ്രിമച്വറായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യത്തില്ല. അകാല അനുഗ്രഹങ്ങളൊക്കെ പറയാം. സമയത്തിന് മുമ്പേയുള്ള അനുഗ്രഹങ്ങൾ നമ്മളെ ഡാമേജ് ചെയ്യും. പെട്ടെന്ന് ചില കാര്യങ്ങൾ വന്നു ചേർന്നാൽ അത് നമ്മളെ നശിപ്പിക്കും. പ്രത്യേകിച്ച് ടൈം ആകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാതെ ഒരു കല്യാണ ബന്ധത്തിൽ ഏർപ്പെടുക, ഒരു മെച്യൂരിറ്റി വരാതെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വലിയൊരു പലപ്പോഴും നമുക്ക് ആ പക്വത വരുന്നില്ല. പക്വത വരാത്തതുകൊണ്ടാണ്. സദൃശവാക്യം 20:21 ആൻ ഇൻഹെറിറ്റൻസ് മേ ബി ഗോട്ടൺ ഹാസ്റ്റ്ലി അറ്റ് ദ ബിഗിനിങ് ബട്ട് ദ എൻഡ് ഓഫ് ഇറ്റ് ഷാൽ നോട്ട് ബി ബ്ലെസ്ഡ്. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെടുകയില്ല. ധൂർത്തപുത്രൻ്റെ ഒരു എക്സാമ്പിളാണ്. സാധാരണ കേസിൽ അപ്പൻ മരിച്ചതിന് ശേഷമാണ് ഷെയർ കിട്ടുന്നത്. ഇവിടെ നേരത്തെ പാർട്ടീഷൻ ചെയ്ത് എനിക്ക് ഷെയർ വേണമെന്ന് ആ മുടിയൻ പുത്രൻ ഓമയായിട്ട് പറഞ്ഞെങ്കിലും ആ മുടിയൻ പുത്രൻ പറഞ്ഞു. മുടിയൻ പുത്രൻ പറഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? അവൻ നാശത്തിലേക്ക് പോയതായിട്ട് കാണുന്നു. പന്നിക്കൂട്ടത്തിലേക്ക്, പന്നിയുടെ ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതി
യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പന്നി ഏറ്റവും വേസ്റ്റായിട്ട്, ഒരിക്കലും ഒരു നികൃഷ്ട ഒരു അനിമലായിട്ട് അവരെടുത്തിരിക്കുന്ന, അതിനെ തീറ്റുന്ന ജോലിയും അതിൻ്റെ ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതി എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലായി. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലെ ആ പെട്ടെന്ന് കിട്ടിയൊരു ബ്ലെസ്സിങ് ആണ്, ഈ ലോകപ്രകാരം കിട്ടിയ ഒരു നന്മയാണ്. അത് നേരത്തെ കിട്ടിയതിനാൽ അവൻ നാശം വന്നു ചേർന്നു. ഇത് തന്നെയാണ് ഇവിടെ സാദൃശ്യവാക്യം 20:21 പറയുന്നത്. ബന്ധപ്പെട്ട് ഒരു അവകാശം കൈവശമാക്കിയാൽ അവസാനം അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് വെയിറ്റ് ചെയ്യുക. പക്വത വരുമ്പോഴേ ദൈവം നമ്മളെ പല കാര്യങ്ങളെ ഏൽപ്പിക്കും. സങ്കീർത്തനം 75 6-7 വാക്യങ്ങൾ, കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാവുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവമാണ്, കർത്താവിൽ നിന്നാണ് നമുക്ക് ഉയർച്ച വരേണ്ടത്. അതുകൊണ്ട് വെയിറ്റ് ഹാസ്റ്റ്ലി അല്ല, വെയിറ്റ്. നമ്മൾ ദൈവസനിൽ വെയിറ്റ് ചെയ്യുക. പ്രിമച്വറായിട്ടൊരു ബ്ലെസ്സിങ് അല്ല, ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും എന്നുള്ള ചിന്തയോടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ഇന്ന് ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. വെയിറ്റിംഗ് ടൈം ഷേപ്സ് അവർ ക്യാരക്ടർ ആൻഡ് ഗോഡ്സ് ടൈമിംഗ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം പ്രിമച്വർ ബ്ലെസ്സിങ്. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ദോഷത്തിനല്ല. ഞാൻ എന്താ ഈ വെയിറ്റ് ചെയ്യാനായിട്ട് പറയാനുള്ള കാര്യം, ശരിക്കും ദൈവത്തിൻ്റെ മക്കള് സ്പിരിച്വൽ വേൾഡുമായിട്ട് ലിങ്ക് ചെയ്തവർ അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോൾഡിങ് ആ രീതിയിലാവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഞാൻ സങ്കീർത്തനം 90 എഫേസ്യർ 5:15 നിന്നും അതുപോലെ ലൂക്കോസ് 19:41 ഒക്കെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ വിസിറ്റേഷൻ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ നമുക്കതിന് വേണ്ട വിസ്ഡവും അതിനുവേണ്ടി അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ ടൈം നമ്മൾ റിഡീം ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓടിച്ചെന്ന് കർത്താവിൻ്റെ അരികെ ചെന്ന്, കർത്താവേ എൻ്റെ ആവശ്യം, അത് പറയുന്നതിന് കുഴപ്പമൊന്നും, എൻ്റെ ആവശ്യം ഇതൊക്കെയാണ്, നീ എനിക്ക് ചെയ്തു തരണം എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴേ ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ദീസ് ആർ ദ തിങ്സ്. സ്പിരിച്വൽ ലോസിൻ്റെ കീഴിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ദൈവം വർക്ക് ചെയ്യുന്ന സ്പിരിച്വൽ ലോസിൻ്റെ കീഴിലാണ്, പിശാച് വർക്ക് ചെയ്യുന്ന സ്പിരിച്വൽ ലോസിൻ്റെ കീഴിലാണ്. മനുഷ്യനാണ് ഇത് രണ്ടും കൂടെ മിക്സായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്പിരിച്വൽ ലോസിൻ്റെ കീഴിലായി കഴിയുമ്പോഴേ, പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് കഴിയുമ്പോഴേ, നമുക്ക് ദൈവവുമായിട്ടുള്ള ഡീപ്പ് തിങ്സുമായിട്ടുള്ള മിസ്റ്ററിയുമായിട്ട് നമ്മളങ്ങ് ചേരുകയാണ്. നിങ്ങൾക്കറിയാമോ, ആദാമിനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ ആദാം പ്രാർത്ഥനയൊന്നും നടത്തിയിരുന്നില്ല. നിങ്ങൾക്കറിയാമോ? പ്രാർത്ഥന വന്നത് തന്നെ ശേത്തിൻ്റെ സമയത്താണ്. അതിനു മുമ്പ് പ്രാർത്ഥനയൊന്നുമില്ലായിരുന്നു. ആദാം പ്രാർത്ഥിച്ചൊന്നുമില്ല. കാരണം എന്താണ്? ആദാമും ദൈവവും തമ്മിൽ ആ ഡയമെൻഷൻ, ദൈവത്തിൻ്റെ ഡയമെൻഷനിലായിരുന്നു ആദാം ജീവിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ഡയമെൻഷനിലാണ് ആദാം ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് വൈകുന്നേരം ആറാകുമ്പോൾ ദൈവം വന്ന് ആദാമിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്. ആദാമായിരുന്നു പേരിട്ടത്, മൃഗങ്ങൾക്കൊക്കെ പേരിട്ടത്. ആദാമിൻ്റെ ഭാഷ മൃഗങ്ങൾക്ക് അറിയാമായിരുന്നു. മൃഗത്തെ വിളിക്കുമ്പോൾ വരുമായിരുന്നു. എല്ലാം ആ രീതിയിലായിരുന്നു ഏദൻ തോട്ടത്തിലെ അനുഭവം. അങ്ങനെ ഒരു അനുഭവത്തിൽ എവറിത്തിങ് ഈസ് റിവീൽഡ് ടു ആദം. ആദാമിന് വേണ്ട കാര്യങ്ങളൊക്കെ ആദാമിന് റിവീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഗോഡ്സ് ടൈം ആൻഡ് ആദം ടൈം ആർ ആൾമോസ്റ്റ് സെയിം. എന്നാൽ അവിടെയാണ് പാപം കയറിയത്. പാപം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് അടയ്ക്കപ്പെടുകയാണ്. നിന്നെ തേർഡ് ഡയമെൻഷനിൽ നിന്നെ അങ്ങ് അടച്ചു. 4th, 5th, 6th, 7th ഡയമെൻഷൻസ് ഒന്നും നത്തിങ് വിസിബിൾ. എന്നാൽ അതിലേക്ക് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡിവൈൻ ടൈം പഠിക്കുന്നത് തന്നെ. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിക്കുന്ന ആ സ്പിരിച്വലായിട്ടുള്ള ആ മിസ്റ്ററികൾ നമ്മൾ മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള റിലീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സമയം, വെയിറ്റിംഗ് ടൈം ഷേപ്സ് അവർ ക്യാരക്ടർ. ഗോഡ്സ് ടൈമിംഗ് പ്രൊട്ടക്ട് us ഫ്രം പ്രിമച്വർ ബ്ലെസ്സിങ്.
ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇത് ബാക്കിയുള്ളത് പറഞ്ഞ് നമ്മളിത് ഇതിന് ഡിവൈൻ ടൈമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു പ്രാർത്ഥനയെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നിറയണം. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയാനായിട്ട് ആ ബേസ്മെൻറ്റിലേക്ക് നമ്മൾ കയറണം. നമ്മൾ എന്തെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല. എന്നെ വിളിക്കുന്ന പലരും അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. യേശുവിൻ്റെ മക്കളായി തീർന്ന ആ വിസിറ്റേഷൻ, യേശു യെരുശലേമിൽ വിസിറ്റ് ചെയ്തത് അവരെ ട്രാൻസ്ഫോം ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കാൻ, അത് നിക്കോദിമോസിന് മനസ്സിലായിട്ട് അവൻ ഓടിക്കൊണ്ട് വന്നേ. അതുപോലൊരു തിരിച്ചറിവ് നമുക്കിപ്പോഴും വരികയാണെങ്കിൽ, ഒരു വിസ്ഡം വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ ഡീപ്പ് തിങ്സിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോഴേ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ ഈ ഡിവൈൻ ടൈമിനെ പറഞ്ഞു. ഗോഡ്സ് വർക്ക് അക്കോർഡിംഗ് ടു ഹിസ് പെർഫെക്റ്റ് ടൈം. രണ്ടാമത് പറയും വെയിറ്റിംഗ് ടൈം ഷേപ്സ് അവർ ക്യാരക്ടർ. മൂന്നാമത് പറഞ്ഞ ഗോഡ് ടൈമിംഗ് പ്രൊട്ടക്ട്സ് സം പ്രിമച്വർ ബ്ലെസ്സിങ്. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമ്മൾ ഈ ടൈമിങ് നമ്മുടെ ടൈമായി മാറ്റാൻ വേണ്ടി ഒരു പ്രാർത്ഥന. അത് ചിലപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു ഫൂളിഷാണ്, ദൈവത്തിൻ്റെ സമയം എൻ്റെ സമയമാക്കി എങ്ങനെ മാറ്റുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് ശ്രദ്ധയോട് കേൾക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ ഈ കൈറോസ് ടൈമിലേക്കൊന്ന് കയറുവാൻ, ഞങ്ങളുടെ ക്രോണോസ് ടൈമിൽ നിന്ന് കൈറോസ് ടൈമിലേക്കൊന്ന് കയറുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദിസ് ഈസ് ദ ടൈം ഓഫ് അവർ വിസിറ്റേഷൻ. ഞങ്ങളെ നീ സന്ദർശിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ നാളുകളെ ഒന്ന് എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണം. നിൻ്റെ വഴിയിൽ ബുദ്ധിയോട് ജീവിക്കുന്നവരായിരിക്കാൻ കർത്താവെ നീ സഹായിക്കണം. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ടൈം നീ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്ന ദൈവമാണ്. ഞങ്ങളെ ഫേവർ ചെയ്യുന്ന, ഞങ്ങൾക്ക് ഫേവർ അയക്കുന്ന കാലമാണേ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ ചില വലിയ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നു. ചില കിഡ്നി ഇഷ്യൂസ്, അതുപോലെ ചില ആർത്രൈറ്റിസ് ഇഷ്യൂസ്, അതുപോലെ ചില കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത പല ചില അസുഖങ്ങൾ തീരാ രോഗങ്ങളായിട്ടൊക്കെ ഇരിക്കുന്ന ചിലർ ശ്രദ്ധിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ ദൈവം ആ രോഗങ്ങളുടെ ആ ബേസ്മെൻറ്റിലെ ചെറിയ കുലുക്കങ്ങൾ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആ ബേസ്മെൻ്റൊക്കെ ഒന്ന് പൊട്ടുകയാണ്. ഹല്ലേലൂയ. ദൈവം അങ്ങോട്ടൊരു വിടുതൽ നിങ്ങൾക്ക് അയക്കുക. ആ കിഡ്നിയുടെ ഇഷ്യൂസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് ഇഷ്യൂസ് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് മാറിപ്പോട്ടെ. എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ ഇരിക്കുന്ന ചില ആളുകൾ, കാലിൽ നീര് വന്നിരിക്കുന്ന ആൾ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ ഡിക്ലെയർ ചെയ്യുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് ചില രോഗങ്ങൾ വന്നിട്ട് അവരുടെ ഡെവലപ്മെൻ്റൊക്കെ സ്ലോ ആയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചില അസ്ഥികളൊക്കെ പൊട്ടിയതുപോലെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം കാണിച്ചു തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം പഴയതുപോലെ നോർമൽസി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, നിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു, നിന്നിൽ ആശ്രയിക്കുന്നു. നീയാണ് ഞങ്ങളെ ഉയർത്തേണ്ടത്, നീയാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഉയർച്ച വരുന്ന കർത്താവിൽ നിന്നാണ്. കർത്താവെ, അതിനാൽ നീ ഞങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോഴേ നീ ഞങ്ങളെ പക്വരാക്കണമേ, പക്വത ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്നതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വാച്ച് ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡോട് ഈ ഡിവൈൻ ടൈമിൻ്റെ നമ്മൾ നിർത്തും. ഇതിലും ഇനിയും കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അത് നമ്മൾ ഇനിയും ബാക്കിയുള്ള ഹൗ ടു ഗോ ടു ദ സ്പിരിച്വൽ റെലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ടൈമിൻ്റെ കാര്യം വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. നിങ്ങളുടെ ജീവിതങ്ങളിൽ യുവർ ലൈഫ് വിൽ ബി എൻ്റർലി ഡിഫറെൻറ്റ്. നിങ്ങൾ ഈ 10-70 എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം വേറൊരു ലെവലായി മാറും. അത് 100% ഷുവറാണ്. ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യുക. നിങ്ങളുടെ റിക്വസ്റ്റുകൾ, പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഫാസ്റ്റിംഗ് പ്രയറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.